അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബനാന ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം ഏലക്ക പൊടിച്ചതും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ദോശയ്ക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് സ്പൂൺ കൊണ്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടും. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്തിട്ട് വേണമായിരുന്നു അടിച്ചെടുക്കാൻ. അപ്പം ഞാൻ ഈ ജാറൊന്ന് കഴുകിയിട്ട് ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഈ ജാറൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ പഴവും ഗോതമ്പ് പൊടിയൊക്കെ അടിച്ചെടുത്ത സമയത്ത് തന്നെ അടിച്ചെടുത്താൽ മതി. ഞാനത് വിട്ടുപോയതാണ് ചേർക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കരിഞ്ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ നന്നായി ചൂടായ ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ദോശ ചുടുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ ദോശ കുക്ക് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ദോശ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലേ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ രാവിലെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.